ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ പുതിയൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. എന്താണ് ചലഞ്ചിന്റെ പേര്? ടെലിപ്പതി ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് നമ്മൾ കുറെ വട്ടം നമ്മൾ ചെയ്തിട്ടില്ല, കുറെ പേര് ചെയ്തിട്ടുണ്ട്. നമ്മള് ഔട്ട് ഓഫ് ഫാഷൻ ആണ്, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. സാരില്ല, എന്തായാലും ലേറ്റ് ആയി വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നില്ലേ. മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. അല്ല, അപ്പൊ ചലഞ്ചിന്റെ ഇതെങ്ങനെയാന്ന് വെച്ചാ, ഗെയിം എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് ഫോണിൽ ഇന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. ആ ഫോട്ടോസ് വെച്ചിട്ടാണ് നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് മൂന്നെണ്ണായിരിക്കും. ഫോട്ടോസ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചാ പിന്നെ നമ്മൾ ചെയ്തില്ല. കുറച്ച് ഇതൊക്കെ പറ്റിയ നമ്മൾ ചെയ്തില്ല. പറഞ്ഞ ഭയങ്കര കോമഡി, പക്ഷെ നമ്മളത് പറയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. അപ്പൊ ആദ്യം ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. അത് എന്റെ ഇഷ്ടം. അച്ഛന്റെ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലമാണ്. എനിക്ക് 3 സ്ഥലമാണുള്ളത്. ബീച്ചും പിന്നെ ക്രൗഡഡ് സിറ്റിയും മൗണ്ടെയിൻ ആണുള്ളത്. തുടങ്ങാം. ഫസ്റ്റ് റൗണ്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ അച്ഛന്റെ ഇഷ്ടം ഞാൻ കണ്ടുപിടിക്കണം അല്ലെ? അച്ഛ കണ്ടുപിടിച്ചാ? അച്ഛ കാണിച്ചു കൊടുത്താ? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, എനിക്കിവിടെ കാണത്തില്ല, ഇങ്ങനെ ഒന്നും കാണത്തില്ല. അപ്പൊ ഞാൻ നോക്കട്ടെ. എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും മെയിനായിട്ട് ഒരു ആണ്. അതുകൊണ്ട് ഞാന് ഇതാണ് കാണിക്കണേ. എനിക്ക് മീൻസ് ഓക്കെ, അപ്പൊ ഞാൻ ഇനി എന്റെ ഇഷ്ടമാണ് അടുത്ത് കാണിക്കാൻ വേണ്ടി പോണേ. ഓക്കെ, അപ്പം ഇത് തന്നെയായിരിക്കും പിന്നെ ഇഷ്ടം എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് അങ്ങനെയല്ല, കാരണം എനിക്ക് ഇങ്ങനെ വേഗം ഇഷ്ടങ്ങളൊക്കെ പൊട്ടിമുളിക്കുക ഗൈസ്. അപ്പൊ ഇപ്പൊ എനിക്ക് ഇതിനകത്ത് 2 ഇഷ്ടങ്ങളുണ്ട്. ഒരെണ്ണം എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇപ്പൊ 2 എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിപ്പോ ഞാൻ എങ്ങനെയാ മീൻസ് ഇപ്പൊ പുതിയതായിട്ട് പൊട്ടിമുളിച്ചതിന് ഇഷ്ടമാണ്. അത് എനിക്ക് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ അതും എനിക്ക് ഇഷ്ടമാണ്, ഇതും എനിക്ക് ഇഷ്ടമാണ്. ഏതിപ്പോ കാട്ടണം ഞാൻ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. ഏത് കാട്ടണം? ഓക്കെ, ഞാൻ ഇപ്പോ പുതിയത് കാണിക്കാം. അപ്പൊ ഞാൻ ഒപ്പം കാണിക്കാൻ വേണ്ടി പോകണം. ഇതേക്ക് പുതിയതായിട്ട് പൊട്ടിമുളച്ച് ഇഷ്ടമാണ്. എന്തായാലും ഇതിപ്പോ അങ്ങനെ ഇപ്പൊ പുതിയതായിട്ട് പൊട്ടിമുളയ്ക്കാൻ ഇപ്പൊ അല്ല, എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതൊന്നും കാണത്തില്ല. ഇവിടെ ഒരു വലിയൊരു ഇതൊക്കെ വെച്ച് മറിച്ചിട്ടുണ്ട്, എന്താ അറിയില്ല, കാണത്തില്ല. അപ്പൊ ഞാൻ കാണിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഞാൻ കാണിക്കണേ. എനിക്കറിയാം, പഴയതായിരുന്നെങ്കിൽ ഇവള് മൗണ്ടൻ പറഞ്ഞേനെ. ഇവക്ക് ബീച്ചിൽ പോവാൻ നമ്മളായിരിക്കും ബീച്ചിൽ പോവാറുണ്ട്. ബീച്ച് അങ്ങനെ അത്ര ഇഷ്ടമല്ല. എനിക്കറിയാം, അത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ എനിക്കറിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അച്ഛനത് അറിയോ. പഴയ ഇഷ്ടമായിരുന്നെങ്കിൽ നമുക്ക് മൗണ്ടൈൻ ആയിരുന്നു. പുതിയ ഇഷ്ടം ബീച്ച് എന്തായാലും എടുക്കില്ല. ഞാൻ ആദ്യം മൗണ്ടൈൻ എടുത്തത്. നെക്സ്റ്റ് റൗണ്ട് ലേസ് ആണ്. ലേസിൽ ഇനി എന്റെ ഇഷ്ടം ഫസ്റ്റ് ഞാൻ ഇനി അടുത്ത എന്റെ ഇഷ്ടം നീ ആദ്യം കണ്ടുപിടിക്കണം കേട്ടാ. അപ്പൊ എന്റെ ഇഷ്ടം, എനിക്ക് ഇതാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഞാൻ കാണിക്കട്ടെ. നീ കാണിച്ചോ? അച്ഛൻ ആദ്യം കാണിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 3 റെഡ് ഉണ്ടോ? നിനക്ക് റെഡ് ഇല്ല, മഞ്ഞ, പച്ച, ബ്ലൂ. ഓക്കെ ഓക്കെ, എടുത്തോ അച്ചു? അച്ചു കാണിച്ചാ? റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡ് ഉണ്ടായിരുന്നോളൂ. റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് റെഡ് കൊടുത്തില്ല, നമ്മള് നീലയും പച്ചയും മഞ്ഞയുമാണ് കാണിച്ചിരിക്കുന്നത്. റെഡും ഈ പച്ചയാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം അതിനെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെഡും ഇഷ്ടം, ഓറഞ്ചും ഇഷ്ടമാണ്. എനിക്ക് ബ്ലൂ അത്ര ഇഷ്ടമല്ല. മഞ്ഞ ഞാൻ അത്ര കഴിക്കും, പക്ഷെ ബ്ലൂ ഇഷ്ടമല്ല. പക്ഷെ ബാക്കിയുള്ള ഇഷ്ടം. ഇനി അച്ചുവിന്റെ അച്ചുവിന് എനിക്ക് തോന്നുന്ന ആണെന്നാണ് തോന്നുന്നത്, അല്ലേ? കാണിക്കട്ടെ. ഓ യെസ്, കാരണം ഞാൻ വാങ്ങി കൊടുത്ത് വാങ്ങാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് വാങ്ങാറുണ്ട് എപ്പോഴും. ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും വാങ്ങാറിട്ടാ. അപ്പൊ നമുക്ക് അടുത്തത് ഇനി എന്താണ്? അടുത്തത് സ്പൈസ്. ഓക്കെ, അത് 3 ഈ 3 ഏറ്റവും കൂടുതൽ ആർക്ക് എന്താണ് ഇഷ്ടമെന്നാണ് കാണിക്കേണ്ടത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് സ്വീറ്റ്സിന്റെ പടമുണ്ട്, കുറച്ച് സോഡ്സിന്റെ മീൻസ് നാരങ്ങ, ഓറഞ്ച്, അതുപോലെ കുറച്ച് സോറായിട്ടുള്ള ഫ്രൂട്ട്സിന്റെ പടമുണ്ട്. പിന്നെ കുറച്ച് സ്പൈസി ആയിട്ട് മുളകിന്റെ ചട്നിയായിട്ട് എന്തോ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അച്ഛന് ഇഷ്ടമുള്ളത്, അച്ഛനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ഇത് ഞങ്ങൾക്ക് അത്ര അറിയില്ല. കാരണം ഇവളിത് വിചാരിക്കില്ല എനിക്കിതാ ഇഷ്ടം വിചാരിക്കില്ല. അതെ, ഞാൻ വിചാരിക്കുന്നു അച്ചുവിന് ഇതാ ഇഷ്ടം.
കാണിക്കട്ടെ. അച്ഛൻ തീരുമാനിച്ചില്ല അച്ഛന് ഇഷ്ടം എന്താന്ന്. ഞാൻ തീരുമാനിച്ചു. ഓക്കെ പൊക്ക്, ഞാൻ പൊക്കി. ഓക്കെ. ഓ എനിക്കറിയായിരുന്നു. കാരണം ഇവർക്ക് പുളി ഇഷ്ടമല്ല. നമ്മൾ പണ്ടെപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ചലഞ്ചില് പുളി കഴിച്ച സമയത്ത് ഇവർക്ക് പുളി ഇഷ്ടമല്ല എന്നോട് ഇവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടമുള്ളത് മധുരമാണ്. മധുരം പിന്നെ മധുരത്തെക്കാളും ഞങ്ങൾ എപ്പോഴും എരിവാണ് കൂടുതൽ കഴിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എരിവാണ് ഞങ്ങൾ കൂടുതൽ കഴിക്കുന്നത്. ഓക്കെ, അടുത്ത ഇനി എന്റെയാണ്. എന്റെ എനിക്കിഷ്ടം പോകുന്നു ഗൈസ്. ഞാൻ ഇങ്ങനെ പിടിച്ചിക്കാം. ഞങ്ങളൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇതിനകത്തൊക്കെ. തട്ടിക്കൂട്ട് പരിപാടി. ഓക്കെ, ഞാൻ കാണിക്കട്ടെ. ഓക്കെ, ഞാൻ എനിക്കിതാട്ടോ ഇഷ്ടം. എനിക്ക് എന്ത് നോക്കണേ, എനിക്കിതാണ് ഇഷ്ടം. അല്ല, എനിക്കിതാണ് ഇഷ്ടം. ഓക്കെ, കാണിക്കാൻ പോണേ. എനിക്ക് പുളിയാണ് ഇഷ്ടം. പുളിയാണ് ഇഷ്ടം. ഇല്ല, ഞാൻ കഴിഞ്ഞ ചലഞ്ച് വരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പുളി ഇഷ്ടമാണ് എപ്പോഴും പറയല്ലേ. എരിവുകളോ കഴിക്കണം തോന്നും. വൈകിട്ടാകുമ്പോ മധുരം കഴിക്കാൻ തോന്നും. എനിക്കത് പക്ഷെ എനിക്ക് പേഴ്സണലി അല്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഈ പുളിയുള്ള കുറച്ചും കൂടെ ഇഷ്ടമാണ്. എല്ലാം എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ എനിക്ക് തീരില്ല. ഓക്കെ, ഇതിന് പണിഷ്മെന്റ് ഇട്ടാ. പണിഷ്മെന്റ് ലാസ്റ്റ് ഉണ്ട്. ഇപ്പൊ കൊടുക്കാല്ലേ? ഇപ്പൊ കൊടുക്കണ നല്ലത്. കാരണം ഇപ്പഴാണ് എന്റെ ഒരു വൈബ്. നമ്മള് കുറച്ച് മുളകാണ്. അച്ഛനും മുളക് ഇഷ്ടമല്ല അച്ഛൻ പറഞ്ഞു. അപ്പൊ നമുക്ക് മുളക് നല്ല മുളക് കേട്ടാ. നല്ല എരിവുള്ള മുളക്. സാധനം എടുക്ക അച്ഛത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് നമ്മളത് റൂബിക്കും എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തായിട്ട് നമ്മള് കരുത്താണ്. എനിക്കാണ് പറഞ്ഞിട്ട് വലുത് നോക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളമില്ല, അങ്ങോട്ട് നോക്കിട്ടേക്കും. കൈയൊക്കെ മാറ്റി. ഇവൾക്ക് മുളക് ഇഷ്ടം ഇവിടെ തന്നെയല്ലേ പറഞ്ഞേ. പോയാ മുളക് ഇഷ്ടമാണ് ഇവിടെ തന്നെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ മുളക് ഇഷ്ടമായിരിക്കാം. പക്ഷെ ഒരു തുള്ളി മുളക് വെച്ച് അപ്പവള് ഓടും. നീ തുപ്പി കളഞ്ഞല്ലേ? ചവച്ച സൗണ്ട് കേട്ടില്ലേ ഗൈസ്? ഇവിടെ തുപ്പിക്കളഞ്ഞ് ചവച്ചത് ഊരിട്ടാണ് തുപ്പി. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കഴിച്ചിട്ടില്ല. നീ കഴിച്ചില്ലല്ലോ? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉപ്പിലിട്ടായിട്ട് അധികം എരിവില്ല. അന്ന് കഴിച്ചത് കഴിഞ്ഞ ഞാൻ കഴിച്ചിട്ടുണ്ടോ നോക്കട്ടെ. വേണ്ട, ഞാന് വേണ്ട എരിവുണ്ടാന്ന് കഴിച്ചിട്ട് വേണ്ട. ഓക്കെ, ഇതിവിടെ ഇരിക്കാം അല്ലേ? അച്ഛനടിക്കലേക്ക് കൊടുക്കണ്ടല്ലോ. അത് വേണ്ട. അവിടെ ഇരുന്നാൻ പറ്റുന്നുണ്ടോ വെച്ചു? കാണുമ്പോ ഒരു ഇല്ല, കാണത്തില്ല. ഇത് മാറ്റാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ്. മന്തിയുണ്ട്, ബിരിയാണി ഉണ്ട്, സദ്യ ഉണ്ട്. ഓക്കെ, മന്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്, സദ്യ ഉണ്ട്. ഇത് സദ്യ, ഇത് മന്തി, ഇത് ബിരിയാണി. നമുക്കറിയാലോ എനിക്കിഷ്ടമുള്ളത് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ഇഷ്ടമുള്ളത്, എനിക്കുണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെ സ്കൂളിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും എനിക്കിങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കൂടുതൽ വേറെ സാധനം കഴിക്കണേ. കൂടുതൽ നമ്മൾ ഇതാണ് എപ്പോഴും കഴിക്കാറ്. പക്ഷെ എനിക്ക് ഇത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ വെച്ചിട്ട് മനസ്സിലാവും അച്ഛനും എനിക്ക് എന്താ ഇഷ്ടമാണ്. കാരണം ഇതൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ പണ്ട് കഴിച്ചതൊക്കെ ഇങ്ങനെ ഓർമ്മ കൊതിച്ചിങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അച്ഛനാണ് കഥ വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ അച്ഛു? അച്ഛന് ഫുഡ് എല്ലാം തോന്നുന്നു. പക്ഷെ എന്നാലും അവള് കഴിക്കൂട്ടോ. സ്വന്തമായിട്ട് ട്രോളുന്ന അച്ഛനാണ്. ഓക്കെ, ആദ്യം ഇത് ആരുടെ കണ്ടുപിടിക്കണ്ടേ? എന്റെ. ഓക്കെ, അച്ഛൻ്റെ കുറച്ച് കൺഫ്യൂഷൻ ആലോ. അച്ഛൻ ഏതാ ഇഷ്ടം? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് സദ്യ വെച്ചത് ഇഷ്ടം. അത് അവൾക്കറിയാം എന്തായാലും. അതെ, എനിക്കറിയാം. എനിക്ക് ആകെ കൺഫ്യൂഷൻ ഉള്ളത് രണ്ടെണ്ണം. ഈ രണ്ടെണ്ണത്തിൽ ഏതാ അവൾക്ക് ഇഷ്ടം എന്നാണ്. രണ്ടും ഇഷ്ടമാണ്. ഏതാ അച്ഛൻ കാണിച്ചാ? ഞാൻ ഇപ്പൊ കാണിച്ചോട്ടെ. ഞാൻ 1 മണിക്കൂർ
എനിക്ക് തോന്നുന്നു അവള് ഞാൻ ചിലപ്പോ ഞാൻ തോക്കുമായിരിക്കും, അറിയില്ല. ഞാൻ ഇത് പറയുന്നു, പക്ഷെ ഇത് തോക്കും എനിക്കറിയാം. എനിക്ക് ബിരിയാണി ഇഷ്ടം, മന്തിനെക്കാളും. ഓ, മന്തിനേക്കാൾ ബിരിയാണി ഇഷ്ടം? ഞാൻ വെച്ചാൽ ഇവൾക്ക് മന്തി ഇഷ്ടം, നമ്മള് തോക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അടുത്ത ഇനി എന്റെ ഇഷ്ടമാണ് ഞാൻ നോക്കണേ. എന്റെ ഇഷ്ടം അച്ഛനും അറിയാതിരിക്കും, എനിക്കിതാണ് ഇഷ്ടം. പൊക്കട്ടെ പൊക്കട്ടെ ഓഹോ, കാരണം എനിക്കറിയായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കണ ബിരിയാണി ആയിരിക്കും. മന്തി ഞാൻ വല്ലപ്പോഴും കഴിക്കാറുള്ളൂ, പക്ഷെ വല്ലപ്പോഴും കഴിക്കണോണ്ടാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം മന്തി. ഓക്കെ, അടുത്തത് ഇനി ഇതെനിക്ക് അങ്ങനെ ഹെയർസിനെ കുറിച്ചാണ്. കേൾവി, ഹെയർ സ്റ്റേറ്റ്, ഹെയർ ഭയങ്കര ഇതായിട്ട്. കാരണം ഇത് ഞങ്ങൾക്ക് ഇതിലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്കിതും അങ്ങനെ അത്ര ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല. കാരണം എനിക്കിങ്ങനെ ഞാൻ അത് ആലോചിക്കുന്നത് എനിക്ക് ഏതാ ഇഷ്ടം. അതാ എനിക്കും അറിയില്ല എനിക്ക് ഏതാ ഇഷ്ടം. ഓക്കെ, അച്ചു കാണിച്ചോളൂ. ഇത് ആരുടെ ഇഷ്ടം? അച്ഛൻ്റെ ഇഷ്ടം നോക്കാം. മേ ബി ഇതായിരിക്കാം. അച്ചു കാണിച്ചാ? പക്ഷെ അവർക്ക് ഇത് ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് അച്ചുവിന്റെ വേവിയാണ്. പിന്നെ എനിക്ക് എന്തിനാ ഇഷ്ടം? അത് നിനക്ക് എന്റെ മുടി ഇഷ്ടല്ലേ? നമ്മളെപ്പോഴും നമുക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ നമുക്ക് കേളി ആയിരിക്കും ഇഷ്ടം. കേളി ഹെയർ ഉള്ളവര് സ്ട്രെയിറ്റ് ആക്കാനായിരിക്കും ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കളിക്ക് അല്ല, എനിക്ക് പണിഷ്മെന്റ് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ മണിക്കൂർ പണിഷ്മെന്റ് എടുത്താൽ എനിക്ക് പണിഷ്മെന്റ് ഇഷ്ടമാണ്. ഞാൻ എടുത്തരാം. പരുത്തുമുളക് പറ്റില്ല. അച്ഛൻ പരുത്തുമുളക് ഞാൻ അച്ഛൻ തന്നില്ല. ഇത് നീ ചവച്ചറക്കിക്കോ. അല്ലേ ഉണ്ട് പറഞ്ഞില്ല അല്ലേ കൊണ്ടുവന്ന അപ്പൊ വിശ്വസിച്ചില്ലല്ലോ. തലേക്ക് എനിക്ക് അത് വേറെ സാധനം. ഓക്കെ, എനിക്ക് വേണം. ഈ ക്യാമറമാനെ കൊണ്ട് ഭയങ്കര ഇഷ്ടമല്ലോ. തുന്നി നോട്ടെ, അതിന്റെ അടിയിലെ പാൻറ് കിട്ടല്ലേ? അടിയിലോട്ടൊന്നും നല്ല ഇതിലേക്ക് ഒന്നാമത് തരുമോ? ഇതിപ്പോ ഇവിടെ ഒരു തീറ്റ മത്സരം നല്ല എരിവണ്ടിട്ട് അതിനെയാണ്. സൂപ്പർ. ഇതിന് എരിവ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് എന്റെ അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏതാ ഇഷ്ടം എനിക്കറിയില്ല. എനിക്ക് മേ ബി ഇതായിരിക്കും ഇഷ്ടം. കാരണം എനിക്ക് ഇങ്ങനെ ആക്കാൻ ഭയങ്കര ഇഷ്ടം. എന്നിട്ട് മുല്ലപ്പൊക്കെ വെച്ച് പട്ടുപാടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ കാണില്ലേ. അപ്പൊ എനിക്ക് അത് കണ്ടിട്ട് എനിക്കിങ്ങനെ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതാ ഇഷ്ടം. എനിക്കിത് ഇഷ്ടമല്ല. എനിക്കിതാ ഇഷ്ടം. നമ്മള് സ്ട്രെയിറ്റ് ഹെയർ പറയുന്നത് ഞാൻ പിന്നെ സമ്മതിച്ചായിരുന്നു. നമുക്ക് പണ്ട് സ്ട്രെയിറ്റ് വേണം. സ്ട്രെയിറ്റ് എനിക്ക് പേളി ഹിമാനിയുടെ ഒക്കെ ആ ചേച്ചിയുടെ ഒക്കെ ഹെയർ ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് മുല്ലപ്പൊക്കെ വെച്ച് പട്ടുപാട ബ്ലൗസ് ഒക്കെ ഇട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തൊരു പൂ ഉണ്ടായിരുന്നു, അത് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് ചേരില്ല, അതെനിക്ക് ഭയങ്കര അറിയാം. എനിക്ക് ചേരില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും ട്രൈ ചെയ്യില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. സ്വന്തമായിട്ട് ഞാൻ ഇതായിട്ട് ചെയ്യാം. പണിഷ്മെന്റ് ഇനി നമുക്ക് കുറച്ച് ഓർമ്മ കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലെ? കഴിഞ്ഞു കഴിച്ചു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇത് എപ്പോഴും എന്റെ കയ്യിലോട്ട് വരുമ്പോ എനിക്ക് വേണ്ടിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ തോന്നുന്നു. ഓടാൻ പറ്റില്ല ടൈപ്പിൽ പറഞ്ഞേക്കാം. നീ കഴിക്കില്ലെന്ന് എനിക്കറിയാം. മുളകാണ് വേണ്ടേ? വേണ്ട വേണ്ട വേണ്ടടി. ആര് പോള്? എന്റെ ഇഷ്ടം. ഞാൻ അവളോട് പറഞ്ഞു നിനക്ക് കഴിച്ചാൽ നിനക്ക് പൗഡർ കുടിക്കുന്നു.
കഴിക്കുന്നില്ല. ആ കഴിക്കണ്ട, അത് കഴിച്ചു. പൗ- സൂപ്പർ സാധനമാണ് guys. എനിക്ക് ഇതിനകത്ത് പുളിയൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഉപ്പിട്ട സാധനം ഭയങ്കര ഇഷ്ടം. ഓക്കെ അടുത്ത ചോക്ലേറ്റ് ആണ്. അത് വൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ഡയറി ചോക്ലേറ്റ്, സാധാരണ നോർമൽ ചോക്ലേറ്റ്. ഇത് പോയിന്റ് എഴുതി വെച്ചില്ലല്ലോ. നമുക്ക് ലാസ്റ്റ് കണക്കൂട്ടാം. പോയിന്റ് എഴുതി വെച്ചില്ല. നമ്മൾ എഴുതി വെക്കുന്നതായിട്ട് നമ്മൾ ആ കളിയുടെ തിരക്കെല്ലാം നമ്മളിപ്പോ തന്നെ പണിഷ്മെന്റ് കൊടുത്തില്ലായിരുന്നു. പോയിന്റിന്റെ കാര്യമില്ല. എന്നാലും ആർക്കാ ആരെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ നിന്റെ ഇഷ്ടം ഞാൻ പറയാട്ടാ. ഇപ്പൊ അല്ലേ എനിക്ക് ഇതാ ഇഷ്ടം. ഓ യെസ്. എനിക്കറിയില്ലായിരുന്നു. കാരണം സത്യം പറഞ്ഞെങ്കിൽ ചോക്ലേറ്റില് എനിക്ക് മഞ്ച് അത് കൂട്ടി തന്നെ ഇഷ്ടമുള്ളൂ. കുറച്ചുള്ളി ഇങ്ങനെ വേഫർ ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള സംഭവം, ഈ അത് കൂട്ട് ഉള്ളി സ്നിക്കേഴ്സ് ഒക്കെ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ സാധാരണ ബാർ ചോക്ലേറ്റിന് തന്നെ ഇഷ്ടമല്ല. ഇനി എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ കിച്ചനോട് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞുള്ളൂ. എനിക്കറിയില്ല കാരണം ഞങ്ങൾ ചോക്ലേറ്റ് അങ്ങനെ എനിക്ക് തോന്നിയതാണ്. കണ്ടോണ്ടോ കാണിക്കില്ലേ? വൈറ്റ് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമല്ല. എനിക്കറിയില്ല. ഡാർക്ക് ചോക്ലേറ്റ് നീ കഴിക്കോ? അവളോട് ചോദിച്ചു. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പഴും മേടിച്ചു വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച് കഴിച്ചോളൂ. എനിക്ക് ഡാർക്ക് അതിന്റെ ആ ബിറ്റർനെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചായയിലും എനിക്ക് കഴിക്കാൻ നല്ല രസമാണ്. ഡാർക്ക് ചോക്ലേറ്റ് ചായയിലും എനിക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ മറന്നുപോയി കളഞ്ഞു. കാരണം കൊറേ മുളകിന് ഭയങ്കര എരിവ്. വൈറ്റ് ചോക്ലേറ്റ് നിങ്ങൾക്ക് മിൽക്കി ബാർക്ക് ഇഷ്ടല്ലേ? ഇഷ്ടല്ല. ഇവളാണ് അടുത്ത് വാങ്ങിച്ചത്. ഞാനൊരു 2 വർഷമായിട്ടൊന്നും മേടിക്കാൻ പോലില്ല. കഴിച്ചു. ഇതെന്തപ്പോ കഴിക്ക്. പൗളിന് വേറെ വലിയ പണിഷ്മെന്റ് അത്രേ ഉള്ളൂ. ഇല്ല ചവച്ചില്ല. നീ നോക്കട്ടെ. എന്താ അഭിനയം? ഓസ്കാർ കിട്ടും. അങ്ങനെ നമ്മുടെ റൗണ്ട്സ് എല്ലാം തീർന്നുണ്ട്. 6 റൗണ്ട്സ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ ആരാണ് അത് കൂടുതൽ ജയിച്ചത്? നീ എത്ര മുളക് വെച്ചു? 2. നീ കഴിച്ചു 3. 2 കഴിച്ചു അല്ലേ? അതെ തോന്നുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം. കുഴപ്പമില്ല. പിന്നെ ഇവൾക്ക് മുളക് ഇഷ്ടമാണ്. ആയുളുടെ ഹെയറും ചോക്ലേറ്റാണ് ഞാൻ തെറ്റിച്ചത്. അച്ചു എന്റെ എന്തൊക്കെ തെറ്റിച്ചു? ഞാൻ ഇവളുടെ സ്പൈസീസും ഹെയറും തെറ്റിച്ചു. ഈക്വലിക്കലാണ്. എന്റെ ഈക്വലിക്കലാണ്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നല്ല ചലഞ്ച് ആയിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. നല്ലതാണെന്ന് പറയണം കേട്ടോ. കാരണം ഇവൾക്ക് വിഷമം, എനിക്ക് വിഷമം, ഇവൾക്ക് വിഷമം അല്ല, ഇവൾക്ക് വിഷമം. നമ്മളിവിടെ അടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ഞങ്ങൾ ഇനിയും വരും. ഞങ്ങൾ കാണണം. വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ.